പത്തനംതിട്ടയിൽ നിന്നും വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസ വാർത്ത എത്തുമ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലായിരിക്കുകയാണ് പോലീസ് പട. അർദ്ധരാത്രിയിൽ ആസൂത്രണം ചെയ്ത വലിയ വല വിരിച്ച് കാത്തിരുന്നവർക്ക് ഇത്തവണയും നിരാശ തന്നെ ഫലമുണ്ടായി. മൂന്നാമത്തെ ബലാത്സംഗ കേസിന് ശേഷം ആദ്യ ബലാത്സംഗ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ച് സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നതടക്കം കർശന ഉപാധികളോടുകൂടി ജാമ്യം അനുവദിച്ചത്. അവസാന നിമിഷം ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികത എന്ന ആയുധം പുറത്തെടുത്ത പ്രോസിക്യൂഷൻ ഒരു കൈ മൂന്നാമത്തെ കേസിൽ നോക്കിയതാണ്. അത് ചീറ്റിയതാണ്. മൂന്നാമത്തെ കേസ് പൊട്ടിയതെങ്കിൽ രണ്ടാമത് പൊളിയാണ് കാരണം മറ്റൊന്നാണ്. അതിൽ സുപ്രീം കോടതിയുടെ നിർണായക വിധിയുടെ ഒരു സാന്നിധ്യമുണ്ട് എന്ന് പറയാം. ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പറഞ്ഞു. വിവാഹിതയായ ഒരു സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്ന പരാതി നിയമപരമായി നിലനിൽക്കില്ല എന്ന്. കാരണം നിയമപരമായി മറ്റൊരു വിവാഹത്തിലിരിക്കുന്ന ഒരാൾക്ക് മറ്റൊരു വിവാഹ വാഗ്ദാനം വിശ്വസിച്ച ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കുകയില്ല. ഇത് യഥാർത്ഥ ബലാത്സംഗ കേസുകളെയും ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധങ്ങളെയും വേർതിരിച്ചു കാണേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ഇത് യഥാർത്ഥ ബലാത്സംഗ കേസുകളെയും ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധങ്ങളെയും വേർതിരിച്ചു കാണേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇവിടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രാഷ്ട്രീയ ഗൂഢാലോചനകൾ പൊളിഞ്ഞു വീഴാൻ തക്കമുള്ള വിധിയായിട്ട് ഇതിനെ മാറ്റിയത്. രാഹുലിനെതിരെ ഉയർന്നു വന്ന ഒന്നാമത്തെയും മൂന്നാമത്തെയും കേസുകളിലെ പരാതിക്കാർ രണ്ടുപേരും വിവാഹിതരായ സ്ത്രീകളായിരുന്നു. നിയമപരമായി വിവാഹം കഴിക്കാത്തവർക്ക് എങ്ങനെയാണ് വിവാഹ വാഗ്ദാനത്തിന്റെ പേരിൽ വഞ്ചിക്കപ്പെട്ടു എന്ന് വാദിക്കാനാവുക? സുപ്രീം കോടതിയുടെ പുതിയ നിരീക്ഷണം മുൻനിർത്തി നോക്കിയാൽ രാഹുലിനെതിരെ കെട്ടിച്ചമച്ച ഈ കേസുകൾ സ്വാഭാവികമായും അസാധുവിലേക്ക് നീങ്ങുകയാണ്. രണ്ടുപേർ പരസ്പര സമ്മതത്തോടെ ഒരു കാര്യത്തിൽ ഏർപ്പെടുകയും പിന്നീട് എന്തെങ്കിലും കാരണം കൊണ്ട് ആ ബന്ധം തകരുമ്പോൾ പുരുഷനെ മാത്രം വേട്ടമൃഗമാക്കുകയും ചെയ്യുന്ന രീതി മാറേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും സുപ്രീം കോടതി വിധിയിലൂടെ പറഞ്ഞിരുന്നു. സ്ത്രീയും പുരുഷനും തുല്യരായ സമൂഹത്തിൽ തെറ്റ് രണ്ടുപേരുടേതുമാണെങ്കിൽ ശിക്ഷ ഒരാൾക്ക് മാത്രം നൽകുന്നത് നീതിയല്ല. രാഹുലിന്റെ കാര്യത്തിൽ സംഭവിച്ചതും ഇത്തരമൊരു സെലക്റ്റീവ് വേട്ടയാടലായിരുന്നു. വിവാഹിതയെ വിവാഹ വാഗ്ദാനം നൽകി തുടർച്ചയായിട്ട് ബലാത്സംഗം ചെയ്ത കേസിൽ ഛത്തീസ്ഗഡിലെ ഒരു അഭിഭാഷകനെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. രാഹുലിന് ഇപ്പോൾ അത് കവചമായി മാറിയെന്ന് പറയാം. മൂന്നാമത്തെ കേസിൽ കോടതിയിൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാതെ വന്നതോടെ ആ നീക്കം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണതാണ്. ആധികാരികതയെക്കുറിച്ച് സംശയം ഉന്നയിച്ചതല്ലാതെ രാഹുലിനെ കൊടുക്കാൻ തക്കവണ്ണം ഒന്നും കോടതിക്ക് മുന്നിൽ എത്തിക്കാൻ പോലീസിനെ കൊണ്ട് കഴിഞ്ഞില്ല എന്നത് സേനയുടെ കഴിവുകേടിന്റെ മറ്റൊരു ഉദാഹരണമായി മാറിയിരുന്നു. സുപ്രീം കോടതിയുടെ ഈ നിർണായകമായ ഉത്തരവ് മുൻനിർത്തി നോക്കിയാൽ രാഹുലിന്റെ 1ഉം 3ഉം കേസുകൾ ഇതോടെ പൂർണ്ണമായും ഇല്ലാതാക്കുവാനുള്ള സാധ്യതയാണ് മുന്നിൽ തെളിഞ്ഞു വരുന്നത്.